അപ്പൊ ഒരേ പ്രോബ്ലത്തിന് 3 മെത്തേഡ്സും വളരെ റെയർ ആയിട്ടാണ് എന്താ പറയാ അപ്ലിക്കബിൾ ആയിട്ട് വരിക. പക്ഷെ ചിലത് നമുക്ക് ബൈ ഇൻസ്പെക്ഷൻ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെന്ന് നമ്മൾ അവിടെ വെച്ച് നിർത്തും. അതല്ലെങ്കിലേ ബാക്കിയുള്ള മെത്തേഡ്സിലേക്ക് പോവുള്ളൂ. കാരണം വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ എന്നുള്ള കോമൺ ഫോംസ് ആണ്. അപ്പൊ അതൊക്കെ വരികയാണെങ്കിൽ മാക്സിമം നമുക്ക് അറിയാവുന്നത് ഏതെങ്കിലും തന്നെയാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് വരിക. അപ്പൊ അതൊക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഞാൻ ആ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തപ്പോൾ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിലാന്ന് തോന്നുന്നു. അതെ, ഇൻസ്പെക്ഷന്റെ മെത്തേഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ആ വൈ ഡി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ആദ്യം 1/x² വെച്ച് നോക്കി. അപ്പോ എന്താണ് നമുക്ക് സെക്കൻഡും തേർഡും എന്താ ടേംസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഒന്നിന്റെ ഡിഫറൻഷ്യൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. എക്സിന്റെയും വൈന്റെയും ടേംസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോയി 1/y² ആണോ നോക്കി. അതാവുമ്പോ കറക്റ്റ് ആയിട്ട് എല്ലാത്തിനെയും നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ബൈ ഇൻസ്പെക്ഷൻ നോക്കും. അപ്പോ ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള 1/p പോവാം. 1/p ഇൻറ്റു 1/q ഏതാണ് സെക്കൻഡ്, ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് നോക്കണമെന്ന് മാത്രം. 1/q ആവുമ്പോ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആണ്. 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ അല്ലെ, ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. അത് ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആണോ നോക്കുക. ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആണ് അത് വരണമെങ്കിൽ ഇ റേസ് ടു ഇന്റഗ്രൽ ദാറ്റ് ഫംഗ്ഷൻ ആയിരിക്കും വരിക, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ അതല്ല നമുക്ക് എക്സിന്റെയും വൈന്റെയും ടേം ആയിട്ട് വരുന്നത്, നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ തേർഡ് മെത്തേഡിലേക്ക് പോകും. ദാറ്റ് ഇസ് 1/p ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുന്നത്. അത് ഫംഗ്ഷൻ ഓഫ് വൈ എലോൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇ റേസ് ടു ഇന്റഗ്രൽ ദാറ്റ് ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ ഡി വൈ ആണ് നമുക്ക് എന്തായിട്ട് വരിക, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരിക. ട്രയൽ ആൻഡ് എററുമായി നമ്മൾ നോക്കുന്നത് 3 മെത്തേഡ്സ് നമുക്ക് ഒരേ പ്രോബ്ലത്തിന് ഏതൊക്കെയാണ് ശരിയാവുക നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. മെത്തേഡ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇൻസ്പെക്ഷൻ മെത്തേഡ് അത് ചെയ്ത് പ്രാക്ടീസ് തന്നെ വേണം. പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അതിന് എളുപ്പമായിട്ട് ഈസി മെത്തേഡ്സ് ഒന്നും ഇല്ല പറഞ്ഞു തരാൻ. അത് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ 10 എണ്ണം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ 10 ഇക്വേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ 10 ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് എളുപ്പമാവുന്നു മാത്രം, അത് നോക്കിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് വലിയ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പം നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് പല പോയിന്റ്സ് ഓർത്ത് വെച്ചിട്ട് കണ്ടുപിടിക്കാനൊന്നും ഇല്ല. ആ 10 എണ്ണമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്യാവുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇൻസ്പെക്ഷൻ മെത്തേഡിലോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ 3 മെത്തേഡ് ഇന്ന് എന്തായാലും പുതിയത് തുടങ്ങുന്നില്ല. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും തന്നെ നോക്കാം. കാരണം കുറെ പേർക്ക് ഇത് ഇപ്പോഴും ക്ലിയർ അല്ല എന്ന് തോന്നുന്നുണ്ട്. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ അന്ന് കുറെ പേർക്ക് നിങ്ങൾക്ക് ഓർമ്മ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞാൻ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ല എത്ര പേര് നോക്കിയിട്ടുണ്ടെന്ന്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവറിന് മുൻപേ അപ്ലോഡ് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ആ സെക്കൻഡ് അവർ കാണാൻ പറഞ്ഞിട്ട് വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിലത്തെ മുഴുവൻ ആൾക്കാരും ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ 10-15 പേര് തന്നെ കണ്ടിട്ടുള്ളൂ അതില് 2 വീഡിയോസും. അപ്പോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തേക്ക് നിങ്ങൾക്ക് എല്ലാം കൂടി കവറപ്പ് ചെയ്ത് വരാൻ പറ്റില്ല. അപ്പൊ ഇനി നമ്മളുടെ ആ ഒരു എക്സാം സെക്ഷൻ കഴിഞ്ഞു. അടുത്ത എക്സാം സെക്ഷൻ വരുമ്പോഴേക്കും നമുക്ക് ഒരുവിധം മാക്സിമം പറ്റുന്ന അത്രയും കവർ ചെയ്ത് പോകണം. അപ്പൊ നിങ്ങൾക്കും കൂടിയും കുറച്ച് മനസ്സിൽ വേണം, ഓക്കെ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് തോന്നിയിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഗുണമില്ല. ഞാൻ വെറുതെ എടുത്തു പോകുന്നതിലും ഒരർത്ഥമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുതിയ തുടങ്ങാത്തത്. ഇന്ന് തന്നെ കണ്ടില്ലേ, ആകെ 15 പേര് 16 പേരെ വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ ക്ലാസ്സില്. അടുത്തത് നമ്മൾ സൊല്യൂഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ വേഗം നീങ്ങി പോകും. നമുക്ക് കുറെ എടുത്ത് പോവാനും ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാവുന്ന. നെക്സ്റ്റ് നമ്മൾ ഓയിലേഴ്സ് മെത്തേഡ് ആണ്, ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഓയിലേഴ്സ് മെത്തേഡ് ആണ് നമ്മൾ നോക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോജിനസിന്റെ ഒരു ബെർണൌളി മെത്തേഡും കൂടി നമുക്ക് വരുന്നുണ്ട് 2.5 സെക്ഷനിലത്തെ.
സൊല്യൂഷൻസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചൊരു ബെർണോളി ഇക്വേഷൻസ് ഉണ്ട്, ആ ഒരു ഫോം കൂടി നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താ പറയാ ഓയിലേഴ്സ് മെത്തേഡിലേക്ക് പോകും, ന്യൂമറിക്കൽ മെത്തേഡ്. അത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് വലിയ സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കഴിഞ്ഞു. പിന്നെ ഹയർ ഓർഡറിലേക്ക് നമ്മൾ പോവാണ്. nth ഡെറിവേറ്റീവ് ജനറൽ ഫോമിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? ഏതെങ്കിലും പ്രോബ്ലംസ് ചെയ്ത് കിട്ടാത്തുണ്ടോ ആർക്കെങ്കിലും? ചെയ്തിട്ടുള്ളവർക്കേ ചെയ്ത് കിട്ടാത്ത ഉണ്ടാവുള്ളൂ. അപ്പൊ ചെയ്ത് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ, നമുക്കിപ്പൊ ചെയ്യാം അത്. ഇല്ലെങ്കിൽ ഞാൻ പുതിയ എടുത്തിട്ട് പോകട്ടോ. നിങ്ങൾ ആരും റിപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ വരാത്തവരോടൊന്ന് പറയുക. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളും കൂടി കോപ്പറേറ്റ് ചെയ്യണം. ഞാൻ ഇല്ല എന്നല്ല പറയണത്, നിങ്ങളുടെ എക്സാംസ് കഴിഞ്ഞു, നിങ്ങൾ അതിന്റെ ഒരു ഹാങ് ഓവറിലായിരിക്കാം, അല്ല എന്നല്ല പറയണത്. പക്ഷെ നമുക്ക് ഇനി വേഗം പോകണം, കുറെ എടുത്ത് തീർക്കാനുണ്ട് നമുക്ക്. പിന്നെ 1 തീയതി മുതൽക്ക് 16 വരെ നിങ്ങൾ കോളേജിലേക്ക് വരില്ലേ? പറഞ്ഞില്ലേ നിങ്ങളോട് ടീച്ചേഴ്സ്? ഓക്കെ, പറഞ്ഞിട്ടില്ല. 1 to 16 നിങ്ങള് കോളേജിലേക്ക് വരണം. ആരാ ക്ലാസ് ടീച്ചർ? ആരാ നിങ്ങളുടെ? ദിവ്യ മാം ആണ്. ഓക്കെ. അപ്പൊ 1 to 16 നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണ് കോളേജിലേക്ക് വരേണ്ടത്. ഓക്കെ. അപ്പൊ ആ വരുന്ന സമയത്ത് നിങ്ങളുടെ നോട്ട്സ് എല്ലാം കൊണ്ടുവരണം. 3rd സെമിന്റെ ഞാൻ വേറൊരു ദിവസം പറയാം. വരുന്ന ദിവസം ആദ്യം 4th സെമിന്റെ നിങ്ങളുടെ നോട്ട്, ഡെയിലി ക്ലാസ് വരുന്ന സമയം നിങ്ങൾ എഴുതിയെടുക്കുന്ന ആ നോട്ടും, അതേമാതിരി പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു നോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 നോട്ടും മൺഡേ വരുന്ന സമയത്ത് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ. മാളവിക മാത്രമേ റിപ്ലൈ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരോ? ആകെ 4-5 പേര് മാത്രമാണ് റെസ്പോണ്ടിങ് ഉള്ളത്. ബാക്കി 15-16 പേര് ക്ലാസ്സിൽ കാണുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ബാക്കിയുള്ളവർ ആൻസർ കയറിയിട്ടുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറയുക ഈ സെക്ഷനിലത്തെ. അതല്ലെങ്കിൽ ഞാൻ റാൻഡംലി 4-5 കുറച്ച് പ്രോബ്ലംസ് എടുക്കും, ഞാൻ ചെയ്യും. ഓക്കെ. ഏതെങ്കിലും പ്രോബ്ലം ചെയ്യണമെന്നുള്ളതുണ്ടോ? 14th one. ഫോർട്ടീൻ 12. ഓക്കെ. ഇവിടെ 12th one, 3x square y നിങ്ങൾക്ക് ക്ലിയർ ആണോ ബോർഡ്? യെസ്. ഓക്കെ. ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ഇ റേസ് ടു വൈ dy പ്ലസ് x cube plus
x e raised to y. X e raised to y minus 2y dy. Minus 2y dy is equal to 0. Then let 12th one. 3x squared y plus e raised to y dx plus x cube plus x e raised to y minus 2y dy. Okay. അപ്പോൾ ഇതാണ് നമ്മളുടെ m, ഇതാണ് നമ്മളുടെ n എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഫോർത്ത് സെമിലത്തെ. സോ നന്നായിട്ട് മനസ്സിലാക്കുക, പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ. അപ്പോ നമുക്ക് ഡോ എം ബൈ ഡോ വൈ നോക്കണം. ഇവർ പറഞ്ഞിട്ടുള്ളത് ഇത് എക്സാക്ട് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എക്സാക്ട് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ 3x square plus e raised to y വരും. Then dou n by dou x ഇതിനെ with respect to x differentiate ചെയ്യുക. അപ്പോൾ 3x square y plus e raised to y. So dou n by dou y is equal to dou n by dou x. Therefore this is exact. Exact ആണ്. ഇനി സോൾവ് ചെയ്യാനാണ്. സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ചെയ്യാവുന്നതാണ് ഇന്റഗ്രൽ ഫോം യൂസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പിക്ക് ചെയ്യുക, അത് ഫിക്സ് ചെയ്തിട്ട് ഇന്റഗ്രേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഒരു പ്രോബ്ലം ഞാൻ രണ്ട് മെത്തേഡിലും ചെയ്ത് കാണിച്ചു തരാം. എഗെയിൻ ഒരു തവണയും കൂടി. പിന്നെ ഞാൻ ഒരു മെത്തേഡ് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. ഇനി അതല്ല നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഇന്ന മെത്തേഡ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ ഫൈൻ. അപ്പോ ഇവിടെ ആദ്യം ഞാൻ ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എൻ ഡി വൈ ഇസ് ഈക്വൽ ടു സി എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ y കോൺസ്റ്റന്റ് ആയിട്ട് കണക്കാക്കി ഇവിടെ ടേംസ് വിത്തൗട്ട് x ആണ് ഞാൻ എടുക്കുന്നത്. ടേംസ് ഇൻഡിപെൻഡന്റ് ഓഫ് x ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 3x³ 3y പ്ലസ് x e raised to y പ്ലസ് ഇതില് x ഇല്ലാത്ത ടേംസ് വേണം എടുക്കാൻ. ദാറ്റ് ഇസ് -2y മാത്രമേ വരുള്ളൂ. അതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ -2y² is equal to c. That is x³ y plus x e raised to y minus y² is equal to c. 12ാമത്തെ ആണ്. സൊല്യൂഷൻ ഉണ്ടാവില്ല. കിട്ടുന്നുണ്ടോ? ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ക്ലിയർ ആണോ? ഇങ്ങനെയല്ലേ വരണം നിങ്ങൾക്ക്? ഇല്ല മാം, ക്ലിയർ അല്ല ആണ്. ക്ലിയർ അല്ല എന്നാണോ ക്ലിയർ ആണെന്നാണോ? ബോർഡ് ക്ലിയർ അല്ല എന്നാണോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലിയർ അല്ല എന്നാണോ? ബോർഡ് ക്ലാരിറ്റി കുറവുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. മാളവിക ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവരോ? രമിത ക്ലിയർ ആണ്. ഓക്കെ. ഇപ്പൊ ഫർസാന ഇതിൽ എന്താ? ഫർസാനയല്ല. ഈ ഡൗട്ട് ആരാ ചോദിച്ചിട്ടുള്ളത്? അവർക്ക് സ്പെസിഫിക്കലി എന്താണ് ഇതിൽ സംശയം ഉണ്ടായിരുന്നത്? 12th പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞില്ലേ? ഹലോ മാം. ആരാ? ഞാൻ ഡൗട്ട് ചോദിച്ചിരുന്നു.
വിഷ്ണുപ്രിയ അല്ലേ? ഇത് ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ ഇതില് തെറ്റായിരുന്നു. അപ്പൊ ഞാൻ എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യുമ്പോ അത് ഈക്വൽ ടു അല്ല എന്ന് പറഞ്ഞിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ഇതില് y തന്നെയാണല്ലോ ഞാൻ എഴുതിയപ്പോ അത് എക്സാക്റ്റ് പോയി. അപ്പൊ അത് എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്തപ്പോ ഈക്വൽ ടു അല്ല. അപ്പൊ നമുക്ക് തന്നെ അടുത്ത പ്രോബ്ലം. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാൻ രണ്ടാമത്തെ മെത്തേഡ് കൂടി ഞാൻ ഇത് വെച്ച് തന്നെ പറഞ്ഞു തരാം. നമുക്ക് ഇതെടുക്കാം, ഡോ എം ബൈ ഡോ വൈ. അപ്പൊ ഡോ എം ബൈ ഡോ വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു വൈ എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫിനെ കിട്ടും. എഫ് ഓഫ് എക്സ് കോമ വൈ കിട്ടും. കാരണം എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ കിട്ടും. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു, നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു ദിസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഒരേ ഫംഗ്ഷന്റെ തന്നെ അപ്പോ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x square y plus e raised to y plus h of x. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അല്ല, y ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡോ f by ഡോ x is equal to 3x square. തെറ്റില്ലേ? ഇങ്ങനെയായിരുന്നു ഇന്റഗ്രേഷനിൽ വരുമ്പോൾ e raised to y തന്നെ വരിക, h of x ആണ് വരിക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 6x വരിക. ഇല്ലല്ലോ, അപ്പൊ എവിടെ തെറ്റിയേ? നമ്മൾ പറഞ്ഞിരുന്നത് എന്നിനെ വിത്ത് റെസ്പെക്ട് ടു y. ഒരു മിനിറ്റ്, ഡോ എം ബൈ ഡോ y ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ x അല്ലേ? അതെ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഡോ യു ബൈ ഡോ എക്സ് ആണ് നമ്മൾ എം എന്ന് കൺസിഡർ ചെയ്തു. ഡോ യു ബൈ ഡോ വൈ ആണ് എൻ എന്ന് കൺസിഡർ ചെയ്തു. ശരിയാണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ല, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. കാരണം എക്സിന് കറസ്പോണ്ടിങ് ആണ്. dx ആണ്. ഓക്കെ, ഡോ എം ബൈ ഡോ വൈ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിരുന്നു? ഒരു ഫംഗ്ഷന്റെ ഡോ എം ബൈ ഡോ വൈ അല്ല, എം അല്ല നമ്മൾ എടുക്കുന്നത്. എം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്? ഡോ യു ബൈ ഡോ എക്സ് ആണ് എം എന്ന് കൺസിഡർ ചെയ്തു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോ യു ബൈ ഡോ വൈ ആണെന്ന് കൺസിഡർ ചെയ്തു. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോ എമ്മിനെ നമ്മൾ എന്താ ചെയ്യണത്? വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് കോമ വൈ കിട്ടും. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യണത്? എമ്മിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് വരും? 3x³ by 3y plus e raised to y into x plus some h of y എന്ന് പറയുന്നതാണ് നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരിക, അല്ലേ?
ഇങ്ങനെയല്ലേ വരുന്നുണ്ടായിരുന്നത്? ആ രണ്ടാമത്തെ മെത്തേഡ് ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഒരു ഫംഗ്ഷന് യു എന്ന് പറഞ്ഞ് ജനറലി പറഞ്ഞു, അതല്ലെങ്കിൽ എഫിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മള് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എഫ് എക്സ് ആണ് എം എന്ന് കൺസിഡർ ചെയ്തു, എഫ് വൈ ആണ് എൻ എന്ന് കൺസിഡർ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോ എന്താ വരിക? ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 3 ക്യാൻസൽ ആവും. അപ്പൊ അതും എന്നും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്താണ് എന്നോട് ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്നും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് വന്നു, എക്സ് ഇ റേസ് ടു വൈ വന്നു. ഇതാണ് നമ്മളുടെ എച്ച് ഡാഷ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 2y. അപ്പൊ ഇതിൽ നിന്ന് എച്ച് ഓഫ് വൈ നമുക്ക് എങ്ങനെ കിട്ടും? എച്ച് ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇന്റർഗ്രേറ്റിംഗ് മൈനസ് 2y വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ എന്താ വരിക? മൈനസ് 2 കാണുന്നുണ്ടോ? മൈനസ് 2y²/2 പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. സോ എച്ച് ഓഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് y² പ്ലസ് സി. അപ്പൊ നമ്മൾ ഇവിടെ സി എന്ന് എഴുതുന്നില്ല, കാരണം ഓൾറെഡി നമുക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് അവസാനം വേണം കോൺസ്റ്റന്റ് മാറ്റിയാൽ മതി. അപ്പോ എന്താണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നു? എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എവിടെ പോയി? ഇതിൽ കൊണ്ടുപോയിട്ട് എച്ച് ഓഫ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ x³ പ്ലസ് ഇ റേസ് ടു വൈ ഇൻറ്റു എക്സ് മൈനസ് y² പ്ലസ് സി. ദാറ്റ് ഈസ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? x³ പ്ലസ് ഇ റേസ് ടു വൈ ഇൻറ്റു എക്സ് മൈനസ് y² ഇസ് ഈക്വൽ ടു സം c1. സീനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് സി ആയിട്ട് മാറും. ദാറ്റ് ഈസ് നമുക്ക് അതിനെ ഒരു c1 ആണ് എന്നുള്ളത് പറയാം. ഇങ്ങനെയാണ് നമ്മള് രണ്ടാമത്തെ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. അപ്പോ ഇത് m യൂസ് ചെയ്തിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്തു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് n യൂസ് ചെയ്തിട്ട് ചെയ്യാം. n യൂസ് ചെയ്യുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇന്റർഗ്രേറ്റ് ചെയ്യും. n നെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റർഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ h ഓഫ് y ക്ക് പകരം ഇന്റർഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് സം g ഓഫ് x എന്നായിട്ടാണ് വരിക. ആ കിട്ടുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് m മായിട്ട് കമ്പയർ ചെയ്യണം. m മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് g ഡാഷ് ഓഫ് x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കിട്ടും. അതിൽ നിന്ന് g കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് സോൾവ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? രണ്ട് മെത്തേഡ് അറിഞ്ഞിരിക്കണം. ചിലപ്പോ നിങ്ങളോട് ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ചിലപ്പോ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യാം. മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോം തന്നെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ, യെസ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി ഏതെങ്കിലും പ്രോബ്ലം 14th വൺ അല്ലെ? 14th വൺ ആണ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് 14th വൺ ചെയ്യാം. 1 minus 3/y plus x into dy by dx plus y
is equal to 3 by x minus 1. Okay. അപ്പൊ നമുക്ക് എം ഡി എക്സ് പ്ലസ് എം ഡി വൈ എന്നുള്ള ഫോമിലേക്ക് വേണം ആദ്യം ഇതിനെ കൊണ്ടുവരാൻ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? 1 മൈനസ് 3 ബൈ വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈനെ നമുക്ക് ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോവാം. അപ്പോ 3 by x minus 1 minus y. അപ്പൊ dx നെ RHS ലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ this into dx ആയിട്ട് മാറും. ഓക്കേ, അപ്പൊ ഇവിടുത്തെ dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ dx ആയിട്ട് വരും. ഇതിനെ RHS ലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്ത് വന്നു? ഇനി ഇതിനെ നമുക്ക് LHS ലേക്ക് കൊണ്ടുവരാം. അപ്പൊ മൈനസ് ഓഫ് 3 by x minus 1 minus y into dx plus 1 minus 3 by y plus x into dy is equal to 0 എന്ന് വന്നു. So this is our m and this is our n. Okay. ഇനി നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്യാ. നമുക്ക് ഇത് എക്സാക്ട് ആണോ എന്ന് നോക്കണം. അപ്പൊ എന്താണ് ഡോ എം ബൈ ഡോ വൈ നോക്കുക. ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇതിൽ y ഇല്ല, സോ 0. ഇതില് y ഇല്ല, സോ അഗൈൻ 0. മൈനസിന് മൈനസ് പ്ലസ് y ആണ്, അതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വന്നു. ഇനി n എടുക്കുക. ഡോ n ബൈ ഡോ x, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, ഇതിലും x ഇല്ല, സോ അതെല്ലാതും കോൺസ്റ്റന്റ്സ് ആയിട്ട് വരും. x നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഈസ് എക്സാക്ട്. അപ്പൊ ഇനി എക്സാക്ട് ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ m നെ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ n നെ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്ട്ലി എം ഡി എക്സ് പ്ലസ് എം ഡി വൈ എന്നുള്ള ഫോം യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എം ഡി എക്സ് പ്ലസ് എം ഡി വൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എമ്മിനെ കൺസിഡർ ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആവണം, n നെ കൺസിഡർ ചെയ്യുമ്പോൾ ടേംസ് x ഇല്ലാത്തതായിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ആൻസർ എഴുതുന്നത് എങ്ങനെയാ? ഇന്റഗ്രൽ എം ഡി എക്സ്, എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എക്സ് മൈനസ് 3 by x plus x square by 2 minus of എന്നുള്ള ഒരു ടേം ഉണ്ട് എമ്മിന്, പ്ലസ് എന്നിനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം, x ഇല്ലാത്തത്. ഇതിൽ മാത്രമേ x ഉള്ളൂ, അപ്പൊ ആ ടേം കൺസിഡർ ചെയ്യേണ്ട, ഈ രണ്ടെണ്ണം കൺസിഡർ ചെയ്യുക. y മൈനസ് 3 into 1 by y നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് 1 by y square into ആണ് കേട്ടത്. ഡിഫറൻഷിയേഷൻ അല്ല, ഇന്റഗ്രേഷൻ അല്ല ചെയ്യേണ്ടത്. 1 by y നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ വരിക? One by y. One by y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ln y. അപ്പം this is equal to c. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്താ പറയാ, കോഎഫിഷ്യന്റ്സ് ഒക്കെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ഒക്കെ കോമൺ എടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് 2xy മൈനസ് 3x മൈനസ് മൈനസ് പ്ലസ് 3x മൈനസ് x സ്ക്വയർ y ഡിവൈഡഡ് ബൈ 2y എന്ന് വരും കേട്ടോ, പ്ലസ് y മൈനസ് 3 ln y is equal to c. ഈ 2y നെ ഇവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എടുത്ത് ക്യാരി ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പോ ഫർസാന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നത്? ഓക്കെ, 0 ആക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളത് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്, ഫൈൻ. അപ്പോ ഇതിലത്തെ ആദ്യത്തെ 10 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടില്ല. എനിക്ക് ഇന്നലെ പെട്ടെന്ന് ടെക്സ്റ്റ് കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ
11 to 20 പറഞ്ഞത്. എനിക്ക് ആദ്യത്തെ 10 നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തിട്ടില്ലല്ലോ നിങ്ങള്. അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഞാൻ ചെയ്യാം ഇപ്പൊ. നാലാമത്തെ പ്രോബ്ലം ചെയ്യാം. sin y minus y sin x dx plus cos x plus x cos y dy equal to 0. Sorry, cos x plus x cos y minus y ഉണ്ട്. x cos y equal to 0. Okay, sin y minus y sin x into dx plus cos x plus x cos y minus y dy is equal to 0. ഇതിൽ again exact ആണോ അല്ലയോ നോക്കണം. സോ നമ്മളുടെ m ഇതാണ്, n ഇതാണ്. dou m by dou y ചെയ്യാം. dou m by dou y ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനെ with respect to y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sin ന്റെ cos y minus sin x വന്നു. ഇനി dou n by dou x ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? minus sin x plus cos y. രണ്ടും ഈക്വൽ ആണ്. സോ ദിസ് ഇസ് എക്സാക്ട്. എക്സാക്ട് ആണെങ്കിൽ ഇന്റഗ്രൽ m dx plus integral n dy is equal to 0. ഇതില് y കോൺസ്റ്റന്റ് ആക്കിയിട്ട് വെക്കുക. ഇതില് ടേംസ് വിതൗട്ട് x വേണം എടുക്കാൻ. അതാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇന്റഗ്രൽ m dx ല് y നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കണക്കാക്കണം. ഇന്റഗ്രൽ n dy ല് n ല് x ഇല്ലാത്ത ടേംസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. x ചിലപ്പോ എല്ലാ ടേംസിലും x ഉണ്ടായിരിക്കാം. അങ്ങനെയാണെന്ന് ഇന്റഗ്രൽ n dy 0 ആയിട്ട് പോകും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈനിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് y പ്ലസ് മൈനസ് y സ്ക്വയർ ബൈ 2 sin x പ്ലസ് സോറി വിത്ത് റെസ്പെക്ട് ടു x അല്ല ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഞാൻ y ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x into sin y minus y into sin ന്റെ ഇന്റഗ്രൽ മൈനസ് cos x ആണ്. സോ മൈനസ് into മൈനസ് പ്ലസ് ആയിട്ട് മാറും. പ്ലസ് cos ന്റെ ഇന്റഗ്രൽ പ്ലസ് സൈൻ ആണ്. ഇതിന്റെ x ഇല്ലാത്ത ടേംസിനാണ് കൺസിഡർ ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിലും x ഉണ്ട്, ഇതിലും x ഉണ്ട്. സോ ഈ രണ്ട് ടേംസ് കൺസിഡർ ചെയ്തിട്ട് മൈനസ് y മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. മൈനസ് yനെ വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് y സ്ക്വയർ ബൈ 2 is equal to c. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമല്ലേ? ഒരൊറ്റ സ്റ്റെപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോ ഇതിലെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ചെയ്ത് പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. ബൈ ഇൻസ്പെക്ഷൻ ആണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പൊ തോന്നുക. പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും. ഈ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ വളരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. അതിനൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ മാർക്ക് എഴുതി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഈ സെക്ഷൻസ് ഒക്കെ കേട്ടോ. അമിഷ എന്താ ഇത്ര ലേറ്റ് ആയത്? 3:15 ഞാൻ 2:30 to 3:30 ക്ലാസ് പറഞ്ഞിരുന്നത്. അമിഷ ഇപ്പോഴാണ് കണ്ടതെന്നോ? ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ ഇത്? നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? ഞാൻ സെക്കൻഡ് അവർ പറഞ്ഞതാണ് ഇന്നത്തെ ക്ലാസ് 2:30 to 3:30 ആണ് എന്നുള്ളത്. 2:20 ഞാൻ നിങ്ങളോട് ക്ലാസ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞതാണ്. ഇതൊക്കെ എക്സ്ക്യൂസ് ആണ് ഈ പറയണത്. ഇയാൾ ഇപ്പോഴെങ്കിലും ജോയിൻ ചെയ്തു. ഇനി ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഞാൻ ജോയിൻ ചെയ്തതുകൊണ്ട് പറയല്ല. നിങ്ങൾക്ക് ക്ലാസ് നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അലാറം എന്തെങ്കിലും വെക്കുക. ക്ലാസ് മറന്നു പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ എല്ലാവരും ഫോൺ എടുത്ത് നോക്കുന്നതല്ലേ? ഇപ്പൊ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി?
നിങ്ങൾ വെനസ്ഡേ കഴിഞ്ഞു, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, മൂന്നാമത്തെ ദിവസമാണ് ഇത്. ഈ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്ന നിങ്ങൾ ഒരു 10-15 പേര് മാത്രമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ ജോയിൻ പോലും ചെയ്യുന്നില്ല, ക്ലാസ് കാണാൻ പറഞ്ഞാൽ കാണുന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ബുദ്ധിമുട്ടായിരിക്കും. കാരണം തേർഡ് സെമിന്റെ എക്സാം എഴുതാൻ പോയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നാമത് ഇതുമായിട്ട് ഒരു റിലേഷനും തോന്നുന്നില്ല. അതുകൊണ്ടാണ് പലരും റെസ്പോൺസേ തരാത്തത്. ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് പകുതി ഓർമ്മയില്ല. അത് പോട്ടെ എന്ന് പറഞ്ഞ 2-3 ദിവസം ഞാൻ നിങ്ങളോട് പഴയ വീഡിയോസ് കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞത്. അതുപോലും പലരും ചെയ്തിട്ടില്ല. പിന്നെ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നൊന്നും പറയുന്നത് എക്സ്ക്യൂസുകളല്ല. ഈ ജോയിൻ ചെയ്യാത്ത ആൾക്കാരോട് എനിക്ക് പേഴ്സണലി എന്നോട് ഒന്നെങ്കിൽ വിളിച്ച് പറയാൻ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറയണം, എന്തുകൊണ്ടാണ് ഇന്ന് ക്ലാസ്സിൽ കയറാണ്ടിരുന്നത് എന്നുള്ളത് കേട്ടോ. ഇന്നും ഇന്നലെയും ആരാ ഇവിടുത്തെ ലീഡർ? ആരാണ് ക്ലാസ്സിലത്തെ? മാളവികയല്ലേ? ഓക്കെ, മാളവിക ഇയാളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ബാക്കി എല്ലാവരോടും പറയണം, ഒന്നെങ്കിൽ എന്നെ പേഴ്സണലി വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. എന്താണ് റീസൺ എന്നുള്ളത് ഇന്ന് ജോയിൻ ചെയ്യാത്ത ഓരോരുത്തരുടെ റീസണും എനിക്ക് അറിയാം. ഓക്കെ ഓക്കെ മാം, അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് എക്സാക്ട് ആവണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അത് നോക്കാം. അതെവിടെയാ? 27, 28. ഓക്കെ, 27ാമത്തെ പ്രോബ്ലം ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y³ പ്ലസ് k xy⁴ plus minus 2x into dx plus 3xy² plus 20x² y³ dy is equal to 0. y³ plus k xy⁴ minus 2x dx plus 3xy² plus 20x² y³ dx is equal to 0. ഇത് എക്സാക്ട് ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം, അല്ലെങ്കിൽ കെയുടെ എന്ത് വാല്യൂവിനാണ് ഈ തന്നിട്ട് എക്സാക്ട് ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ എം ഇതാണ്, എൻ ഇതാണ്. കണ്ടീഷൻ എന്താണ്? എക്സാക്ട് ആവണമെങ്കിൽ ∂m/∂y is equal to ∂n/∂x ആവണം. അപ്പൊ ∂m/∂y നോക്കാം. ∂m/∂y ഇതിനെ റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3y² plus 4kx y³ minus 0, കാരണം x ഇല്ല, so 0. ∂n/∂x is equal to ഇതിനെ with respect to x ചെയ്യാം. അപ്പൊ 3y² plus 20 into 4 40x y³. അപ്പൊ ഇതും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ∂m/∂y is equal to ∂n/∂x ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എക്സാക്ട് ആവണമെങ്കിൽ these both must be equal, which implies kx y³ is equal to 40k y³ ആവണം, അല്ല 40x y³ ആവണം. അപ്പോ 4kx xy³ cancel out, so 4k is equal to 40, which implies k is equal to 10. k 10 ആവുന്ന സമയത്താണ് ഈ തന്നിട്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത പ്രോബ്ലം 28. 6xy³ 6xy³ plus cos y into dx plus 2k
x square y square minus x sin y dy is equal to 0. 6x y cube plus cos y dx plus 2k x square y square minus x sin y dy is equal to 0. ഇത് എപ്പോഴാണ് എക്സാക്ട് ആവുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതേമാതിരി തന്നെ നമുക്ക് അവിടെ കൈക്കയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ, ഇതാണ് നമ്മളുടെ എം, ഇതാണ് നമ്മളുടെ എൻ എന്ന് പറയുന്നത്. അപ്പൊ ഡോ എം ബൈ ഡോ വൈ നോക്കാം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 18xy² പ്ലസ് അല്ല മൈനസ് വരിക, മൈനസ് സൈൻ വൈ, കാരണം കോസ് വൈയുടെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ വൈ. ഇനി ഡോ എൻ ബൈ ഡോ എക്സ് നോക്കാം. എന്ത് വരും, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 4kxy² മൈനസ് സൈൻ വൈ. അപ്പൊ എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ വൈ ആവുള്ളൂ, ഡോ എൻ ബൈ ഡോ എക്സ് ആവുള്ളൂ. സോ 4ky² is equal to 18xy² ആയിരിക്കണം. That is 4k is equal to 18. എന്താ വരിക, 2k is equal to 9, k is equal to 9/2 ആണ് വേണ്ടത്. എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 6xy³ plus cos y dx plus 2kx² minus x sin y. ഓക്കെ, 4.5 ആണ് നമ്മുടെ കെയുടെ വാല്യൂ വരേണ്ടത്. ചെറിയ ടെക്സ്റ്റ് ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ അതിലും ഈ പ്രോബ്ലം ഉണ്ട്, അതിൽ ആൻസർ തെറ്റാണ്. 4 ആണ് തന്നിട്ടുള്ളത്, 4.5 ആണ് നമുക്ക് കെയുടെ വാല്യൂ വരേണ്ടത്. എന്നാൽ മാത്രമേ ഇത് എക്സാക്ട് ആവുള്ളൂ. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഞാനിത് മായ്ക്കട്ടെ. മായ്ക്കട്ടെ. അടുത്ത പ്രോബ്ലം ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കൂടി ചെയ്യാം, എന്നിട്ട് അതിലേക്ക് പോവാം. 21 ചെയ്യാം നമുക്ക്. x plus y whole square dy അല്ലേ dx ആണ്. x plus y whole square dx plus 2xy plus x square minus 1 dy is equal to 0. y of 1 is equal to 1. ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇത് എക്സാക്ട് ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം, എന്നിട്ട് ഇത് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 2 into x plus y. അതേമാതിരി ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2y plus 2x ഈക്വൽ ആണ്. സോ ദിസ് ഇസ് എക്സാക്ട്. അപ്പൊ ആദ്യം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. mdx integral mdx plus integral ndy is equal to c. ഇതില് terms without x എടുക്കുക, ഇവിടെ y കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും,
ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് ചെയ്യാം, അതാണ് കുറച്ചും കൂടി നല്ലത്. എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് എടുക്കണ്ട, നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, ഇതാണ് നമുക്ക് എം ആയിട്ട് വരുന്നത്. ഇത് കൺസിഡർ ചെയ്താൽ മതി ഇന്റഗ്രേഷന്റെ, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, അപ്പോ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത് നമുക്ക്. അപ്പൊ എന്താണ് വരിക? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2y into x square by 2 plus 2 അല്ല x y square plus ഇതില് x ഇല്ലാത്ത ടേംസിനെ വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ ഇതിൽ ഒരു ടേം -1 മാത്രമേ വരുള്ളൂ. സോ അതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ -y is equal to c എന്ന് പറയും. അപ്പോ നമുക്ക് LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 6 ആണ് LCM എടുക്കേണ്ടത്. അപ്പോ 2x ക്യൂബ്, കാരണം 3 ഉം 2 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്, അപ്പൊ ടോട്ടൽ നമുക്ക് ഡിവൈഡ് ബൈ 6 ആണ് വരുന്നത്. അപ്പൊ എന്താണ് 2x ക്യൂബ്? ഓക്കെ, അത് വേണ്ട, 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്നത്. അപ്പൊ 3 LCM എടുത്താൽ മതി. 3 LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ y പ്ലസ് 3x y സ്ക്വയർ മൈനസ് 3y is equal to 3c. ഈ ഡിനോമിനേറ്ററിലുള്ള 3നെ ഞാൻ RHSലേക്ക് കൊണ്ടുപോയി. ഇനി നമ്മളുടെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. x 1 ആകുമ്പോൾ y 1 ആവും. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 3 into 1 into 1 plus 3 into 1 into 1 minus 3 into 1 is equal to 3c. അപ്പൊ 3 ഉം 3 ഉം ക്യാൻസൽ ആയി. 3 plus 1 4 is equal to 3c, which implies c is equal to 4 by 3. അപ്പോ ഈ കോൺസ്റ്റന്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ വരിക? പെർട്ടിക്കുലർ സൊല്യൂഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പൊ എന്ത് വരും? x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ y പ്ലസ് 3x y സ്ക്വയർ മൈനസ് 3y is equal to 3 into 4 by 3, that is 4. അപ്പൊ x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ y പ്ലസ് 3xy സ്ക്വയർ മൈനസ് 3y is equal to 4 എന്ന് പറയുന്നതാണ് നമ്മളുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ അടുത്ത ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. അമിഷ എവിടെ? അമിഷ, അമിഷ പോയോ? ഉണ്ടോ? മനസ്സിലായോ ചെയ്യാൻ? ഇല്ലേ? അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും കണ്ടില്ലേ റെക്കോർഡഡ് വീഡിയോ? ഇന്നലെ എന്നോട് കാണാനല്ലേ പറഞ്ഞിരുന്നത്? പിന്നെന്തേ കണ്ടില്ല? എനിക്ക് 18-ാം തീയതി അല്ലേ മെസ്സേജ് ചെയ്തത്? ഇന്നലെ 19, ഇന്ന് 20. എന്നോട് മിനിഞ്ഞാന്ന് പറഞ്ഞത് ഇന്നലെ എല്ലാ വീഡിയോസും കാണാം, മിനിഞ്ഞാന്നത്തെ വീഡിയോവും ഇന്നലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇന്നലെ കാണാന്നാണ് പറഞ്ഞിരുന്നത്. തിങ്കളാഴ്ച ആവുമ്പോഴേക്കും, തിങ്കളാഴ്ചയല്ല ഇന്ന് ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ആബ്സെന്റ് ആയവരോടും കൂടി പറയുക. പ്രോബ്ലംസ് ഞാൻ ഇതുവരെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഫർസാന എനിക്കിപ്പോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കിതിൽ കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. നെറ്റിന്റെ പ്രശ്നമാവാൻ വഴിയില്ല, കാരണം ബാക്കിയൊക്കെ ഞാൻ ഇന്ന് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോഴൊന്നും
ഓക്കെ 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 ഓക്കെ. ഇപ്പൊ വന്നിട്ടുണ്ട് 12 പേരുടെ എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫർസാനുടെയും വന്നിട്ടുണ്ട് 12 പേരുടെ. അശ്വിനി, ഫർസാന, ഗോപിക, ഫർഹാൻ, പല്ലവി, രഹന, ഷിൻജ, ശ്രുതി, അനുജ, സ്നേഹ, അല്ല അനുപമ, സ്നേഹ, വിജിഷ, വിഷ്ണുപ്രിയ, ഇത്രയും പേരുടെ വന്നിട്ടുണ്ട്. അഞ്ജിത എപ്പോഴും മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് മിസ്സിംഗ് നമ്മൾ കാണിക്കണത്. കമന്റ് ബോക്സിൽ ആൻസേഴ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സബ്മിറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പൊ അഞ്ജിത ഒന്ന് ശ്രദ്ധിക്കണം. അതേമാതിരി ബാക്കിയുള്ളവർ വേറെ ആരും ചെയ്തിട്ടില്ല. 16 പേര്. അഞ്ജിത അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. അഞ്ജിതയിൽ എപ്പോഴും അത് വരുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ബാക്കി 15 പേരും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോ അത് അവരോട് പറയാ, ഞാൻ ഇനി മുതൽക്ക് ദിവസേന ഉള്ളത് അപ്പൊ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് പോകും. ഞാൻ ഇവിടെ എൻട്രി ചെയ്ത് വെക്കുന്നുണ്ട്. അത് ചിലത് റിട്ടേൺ ചെയ്യാറില്ലാന്നേ ഉള്ളൂ. ഞാൻ പേര് വിളിച്ചവരൊക്കെ ചെയ്തിട്ടുണ്ട്. രമിതയുടെ പേര് വിളിച്ചില്ലേ? ഞാൻ വിളിച്ചല്ലോ ഇല്ലേ? ഇല്ല. രമിതയുടെയും വന്നിട്ടില്ല കേട്ടോ. രമിതയുടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടും ഇല്ല, ഇതില് കാണാനും ഇല്ല. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടും ഇല്ല ആൻസേഴ്സ്. അപ്പൊ ഞാൻ ഇന്നും കൂടി സമയം തരുന്നു. മേ ബി എക്സാംസിന്റെ കാരണം പിന്നെ വല്ല കാരണം ചെയ്യാത്തായിരിക്കും. ഞാൻ നാളെ വൈകുന്നേരം വരെ സമയം തരാം. ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹോംവർക്ക് പ്രോബ്ലംസ് തരും. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങളിപ്പോ കണ്ടതല്ലേ, ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്തെത്താവുന്നതേ ഉള്ളൂ. ഇത് എളുപ്പമാണ്, സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ്. സോ ബാക്കി ഇന്ന് വരാത്തവരോടും കൂടി പറയാ, ഒരൊറ്റ ദിവസം കൂടിയേ സമയം തരുള്ളൂ. ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്ത വല്ല അസൈൻമെന്റ്സ് നിങ്ങൾ ചെയ്തു വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, എത്ര ചെയ്തിട്ടുണ്ടോ അത്ര ചെയ്താൽ മതി. കിട്ടാത്ത പ്രോബ്ലംസ് ഞാൻ ബാക്കിയുള്ളവരോട് സെമിനാർ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ അത് പറഞ്ഞിരുന്നു അല്ലെ? നോക്കട്ടെ, ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സെമിനാർ ക്ലാസ് റൂമിൽ ഇതുവരെ ഒരൊറ്റ ആള് പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ റോൾ നമ്പർ വൈസ് ആണ് ചെയ്യാൻ പറഞ്ഞത്. അതിനും സമയം ഞാൻ നാളെ രാത്രി വരെ തരുന്നുണ്ട്. ആക്ച്വലി തരേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും ഞാൻ തരുന്നുണ്ട്. നാളെ വൈകുന്നേരം വരെ സമയമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, മറ്റന്നാളെ രാവിലെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതുവരെയുള്ള അസൈൻമെന്റ് പ്രോബ്ലംസ് എല്ലാതും റോൾ നമ്പർ വൈസ് സെമിനാർ ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. അറ്റൻഡൻസ് ഓർഡർ ഒന്നും കൂടി പറയണം. ഓക്കെ, പറയാം, ഒരു മിനിറ്റ്. എവിടെ പൈസ? ഫസ്റ്റ് അമിഷ, ദെൻ ഫർസാന. അല്ല, അമിഷ ഫർസാനയോ? ഫർസാന ഇപ്പൊ കയറിയതാ. അമിഷ അഞ്ജിതയാണ് വരിക. ഒരു മിനിറ്റ് കേട്ടോ, ഇതിലത്തെ അറ്റൻഡൻസ് ഓർഡർ മാറി. ഡോക്യുമെന്റ്സ് ഉണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, ആ ഓർഡറിൽ നിങ്ങൾ എനിക്ക് പേര് തന്നിട്ടുണ്ടായിരുന്നത് സെയിം ഓർഡർ തന്നെ ഞാനിവിടെ എൻറ്റർ ചെയ്തിട്ടുള്ളത്. എവിടെ? D2CS. ഓക്കെ, ഒരു മിനിറ്റ് ഇപ്പൊ പറയാട്ടോ. ഓക്കെ, ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ അമിഷ, സെക്കൻഡ് വൺ റോൾ നമ്പർ വൈസാ പറയണേ. അമിഷ, അഞ്ജിത, അൻസിറ, അനുഗ്രഹ, അനുപമ, ഫർസാന, ഹർഷിത, ധനലക്ഷ്മി, ഫർഹാൻ, മർവ. റോൾ നമ്പർ 1 അമിഷ, 2 അഞ്ജിത, 3 അൻസിറ, 4 അനുഗ്രഹ, 5 അനുപമ, 6 ഫർസാന, 7 ഹർഷിത, 8 ധനലക്ഷ്മി, 9 ഫർഹാൻ, 10 മർവ, 11 പല്ലവി, 12 പാവന, 13 മാളവിക,
14 Pooja, 15 Ramita, 16 Shimja, 17 Shilpa, 18 Sneha, 19 Sunfia, 20 Vijisha, 21 Ashwani, 22 Bhavya, 23 Lohida, 24 Rahana, 25 Saina, 26 Vishnupriya, 27 Gopika, 28 Shruti. ഇതല്ലേ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, എക്സാം രജിസ്റ്റർ നമ്പർ അല്ലേ? ആ, അതേ ഓർഡർ തന്നെയാണ് ഞാൻ റോൾ നമ്പർ ആയിട്ടും കണക്കാക്കുന്നത്. അപ്പൊ ആ രജിസ്റ്റർ നമ്പറിന്റെ ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ സെമിനാർസും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു കോമൺ ഫോർമാറ്റ് ഞാൻ പറയാം. ആ ഫോർമാറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ മീൻസ് ഞാൻ പറയുന്നത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെമിനാർ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം പേര്, ഫോർ എക്സാമ്പിൾ അമിഷ ആണെന്നുണ്ടെങ്കിൽ അമിഷ, റോൾ നമ്പർ 1. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ് ഏതാണ് എന്നുള്ളത് വേണം. ദാറ്റ് മീൻസ് എക്സർസൈസ് 1.1 ആണെങ്കിൽ എക്സർസൈസ് 1.1 പ്രോബ്ലംസ് 1 to 10. ഇതായിരിക്കണം നിങ്ങളുടെ കോമൺ ഫോർമാറ്റ്. തന്നിട്ടുള്ള ഡേറ്റും അസൈൻമെന്റ് ഡേറ്റ് എന്നാണോ തന്നിരുന്നത് വെച്ചാൽ അത്. അസൈൻമെന്റ് ഡേറ്റ് ഇപ്പൊ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 4th അങ്ങനെ വല്ലതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു 5/1/5/1/2021. ആദ്യം നിങ്ങളുടെ പേര്, ദെൻ റൂൾ നമ്പർ, അത് കഴിഞ്ഞ പ്രോബ്ലം ഏതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എക്സൈസ് 2.5 ആണ്, എക്സൈസ് 2.5 4 to 10 അങ്ങനെയുള്ളത്. ദെൻ അസൈൻമെന്റ്, ആ അസൈൻമെന്റ് ഞാൻ എന്നാണോ നിങ്ങൾക്ക് തന്നത് വെച്ചാൽ അതിന്റെ ഡേറ്റ്. ഈ 4 നിർബന്ധമായിട്ടും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരാൾക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് അത് കാണാൻ പറ്റുമല്ലോ. ഇൻസ്ട്രക്ഷൻസിന് അവിടെ എന്താണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അതാണ് വരിക. നിങ്ങൾക്ക് ഇത് മാത്രമേ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. സോ ഇത് ഓർഡർ വൈസ് ഇതേമാതിരി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആൻസേഴ്സ് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഓരോരുത്തരും ചെയ്ത് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുവരെ ഉള്ളത്. അപ്പൊ ഇനി ഞാൻ ആർക്ക് എന്താണെന്ന് ഡിവൈഡ് ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ആദ്യത്തെ അസൈൻമെന്റ് തന്നിട്ടുള്ളത് ഫസ്റ്റ് റോൾ നമ്പറിനാണ്, സെക്കൻഡ് അസൈൻമെന്റ് ഞാൻ ചെയ്യാൻ തന്നിട്ടുള്ളത് സെക്കൻഡ് റോൾ നമ്പറിനാണ്, തേർഡ് വൺ ചെയ്യാൻ തന്നിട്ടുള്ളത് തേർഡ് റോൾ നമ്പറിനാണ്. അപ്പൊ ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല എത്രാമത്തെ എത്ര ആണോ എന്നുള്ളത്. ആദ്യം റോൾ നമ്പർ 1 ചെയ്യും, അതിനുശേഷം 2, 3, 4. നാളെ ഉച്ച വരെ നോക്കുക. നിങ്ങളെ മുൻപത്തെ റോൾ നമ്പർ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളമാരെ അപ്ലോഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞവരുടെ ചെയ്യാം. കാരണം റോൾ നമ്പർ വൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോൾ നമ്പർ അപേക്ഷ ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ആ ആളുടെ ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയൊക്കെയാണ് ആയത് നിങ്ങൾ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുക. പക്ഷെ ഈ ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, പേര്, റോൾ നമ്പർ, ഏത് പ്രോബ്ലം നമ്പേഴ്സ് ഏതൊക്കെയാണ്, എക്സസൈസ് നമ്പറും വേണം, പ്രോബ്ലം നമ്പറും വേണം, അതേമാതിരി തന്നെ എന്താ പറയാ ഡേറ്റും, തന്നിട്ടുള്ള അസൈൻമെന്റ് ഡേറ്റും. ഇത് നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇതുവരെ ഉള്ളതിന്റെ അപ്ലോഡ് ആയിരിക്കണം. ഇതിന്റെ ബേസിസിൽ ഞാൻ നിങ്ങൾക്ക് സെമിനാർ മാർക്സ് ഇടും. ഓക്കെ, കാരണം ഞാൻ കുറച്ച് ലീനിയന്റ് ആയിട്ട് വിടുമ്പോ നിങ്ങൾ ചെയ്യാം എന്ന് പറയുന്നത് അല്ലാണ്ട് ചെയ്ത് കാണാനില്ല. അപ്പൊ നമ്മൾ ഇനി കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും കുഴപ്പം, നമ്മളുടെ സമയവും പോവും. ഓക്കെ, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളോട് എനിക്ക് സ്ട്രിക്റ്റ് ആവണമെന്നോ അങ്ങനെതായിട്ടോ അല്ല, ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നാളെ വൈകുന്നേരം വരെ ഞാൻ സമയം തന്നിട്ട് പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതേമാതിരി തന്നെ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇതുവരെയുള്ളത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ എന്തെങ്കിലും ഇതുവരെ നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എന്നോട് ഇന്നും നാളെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ഒരാൾക്ക് ആൻസർ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇടാലോ. ഞാൻ തന്നെ റിപ്ലൈ ചെയ്യണമെന്നില്ല. ഇപ്പോ അമിഷയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ചിലപ്പോൾ ഫർസാനയ്ക്ക് അറിയുന്നുണ്ടെങ്കിൽ ഫർസാനയ്ക്ക് അത് ആൻസർ ചെയ്യാം, അതല്ല റെമിതയ്ക്ക് അത് അറിയുന്നുണ്ടെങ്കിൽ റെമിതയ്ക്ക് അത് ആൻസർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ ചെയ്യാം. ഗ്രൂപ്പ് കുറച്ച് ആക്റ്റീവ് ആക്കിയിട്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുക അതിൽ നല്ലോണം. നിങ്ങൾക്ക് കാര്യങ്ങൾ ആരെയും കാണാനില്ല, അപ്പൊ തുറക്കണമില്ല. തുറക്കണമില്ലാതെ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത് ഓർമ്മയില്ല, നിങ്ങളൊന്നും ചെയ്യുന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം.
നിങ്ങൾക്ക് ഇവിടെ ഇന്റഗ്രേറ്റിംഗ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് എക്സാക്ട് അല്ല എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ തന്നിട്ടുണ്ട്. ആ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ കിട്ടുന്ന ഇക്വേഷൻ എക്സാക്ട് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ചെയ്തു തരുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നിട്ടുള്ള ഇക്വേഷനിൽ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ഡോ എം ബൈ ഡോ വൈ ആണോ നോക്കുക, ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ എക്സ് ആണോ നോക്കുക. അത് എക്സാക്ട് ആയിരിക്കില്ല, അതിനുള്ള ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആദ്യം തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള ഇക്വേഷനെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന പുതിയ ഇക്വേഷനിൽ എമ്മും എന്നും കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എക്സാക്ട് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുക. അത് വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലംസ് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറയുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. 37ാമത്തെ പ്രോബ്ലം എക്സ് ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് 4y dy is equal to 0. ഓക്കെ, അപ്പോ എക്സ് ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വൈ ഡി വൈ പ്ലസ് 4y dy എന്നാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരാം. ഇതും നമ്മൾക്ക് അറിയാവുന്ന 10 ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആയിട്ട് അതിന് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ബൈ ഇൻസ്പെക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ തന്നിട്ടുള്ളതും അതിലൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല. എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ആണെങ്കിൽ നമുക്ക് പിന്നീട് ട്രൈ ചെയ്യാമായിരുന്നു, അതല്ലാണ്ട് എന്റെ ഓർമ്മയിൽ ഒന്നിനും ഉണ്ടാവില്ല. നോക്കട്ടെ, ഇല്ല, നമ്മൾ അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ല. എക്സ് വൈ സ്ക്വയർ എന്നുള്ള ഫോം ഒക്കെയാണ്, അപ്പൊ അതൊന്നും വരുന്നില്ല. സോ ഇൻസ്പെക്ഷനിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി എന്താണ്, ഇതാണ് എം വരണത്, ഇതാണ് എൻ വരുന്നത്. അല്ല സോറി, എമ്മും എന്നും അല്ല, നമുക്ക് ആദ്യം ഇത് എക്സാക്ട് ആണോ അല്ലയോ നോക്കിയിട്ട് വേണമല്ലോ ഇത് ചെയ്യാൻ. ഇത് ഓൾറെഡി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതാം. ഇതാണ് എം, ഇതാണ് എൻ എങ്കിൽ നമുക്ക് നോക്കണം ഡോ എം ബൈ ഡോ വൈ ഡോ എൻ ബൈ ഡോ എക്സിനോട് ഈക്വൽ ആണോ. ഇതെന്താ വരിക, 0 ആണ് വരിക. ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2xy ആണ് വരിക. സോ ഇത് രണ്ടും ഈക്വൽ അല്ല, സോ ദിസ് ഇസ് നോട്ട് എക്സാക്ട്. അപ്പൊ എക്സാക്ട് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ p എന്ന് വിളിക്കും, ഇതിനെ q എന്നും വിളിക്കും. ഇനി എന്താണ് 1/q ഇൻറ്റു ഇൻസ്പെക്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നമ്മൾ അടുത്തതിലേക്ക് പോയി 1/q ഇൻറ്റു ഡോ p ബൈ ഡോ y മൈനസ് ഡോ q ബൈ ഡോ x ഫംഗ്ഷൻ ഓഫ് x എലോൺ ആണോ നോക്കണം. ഓക്കെ, അപ്പോ ഫംഗ്ഷൻ ഓഫ് x ആണ്. ഇവിടെ q വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് x ആണ്. 1/p പറഞ്ഞു വെച്ചാല് y എലോൺ ആണോ ഫംഗ്ഷൻ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ 1/q വരുമ്പോ ഫസ്റ്റ് ഇവിടെ ഡോ p ആണ് വരിക. 1/p വരുന്ന സമയത്ത് ഫസ്റ്റ് ഡോ q ബൈ ഡോ x ആണ് വരിക. ഇതൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് പറയണമെന്നേ ഉള്ളൂ. ഇക്വേഷൻസ് ഇതാണെന്ന് മാത്രം. വൈയുടെ കൂടെ വരുന്ന dy യുടെ കൂടെ വരുന്നതാണ് q, dx ന്റെ കൂടെ വരുന്നതാണ് p എന്ന് പറയുന്നത്. 1/q എടുക്കുമ്പോ എപ്പോഴും ഈ dx ന്റെ കൂടെ വരുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈയുടെ കൂടെ വരുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു x ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോ 1/q വരുമ്പോ ഫസ്റ്റ് ടേം p ആണ് വരുന്നത്, പിന്നെ q വരാൻ പാടുള്ളൂ. 1/p വരുമ്പോ ആദ്യം q വരണം, പിന്നെയാണ് p വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ 1/q into ഡോ p ബൈ ഡോ y മൈനസ് ഡോ q ബൈ ഡോ x ഇത് എന്തിന്റെ കൂടെയാണ്, വൈയുടെ കൂടെ വന്നതാണ്. സോ അത് ഫംഗ്ഷൻ ഓഫ് x എലോൺ ആണ്. ഇവിടെ y വരുമ്പോ ഫംഗ്ഷൻ ഓഫ് x എലോൺ ആണ്. ഇവിടെ p യുടെ ഫോം ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ dx ന്റെ കൂടെയാണ് p വരുന്നത്. അല്ലാണ്ട് p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y മാത്രമല്ല, p എന്ന് പറയുന്നത് x ലും y ലും ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. p of x, y q of x, y തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ ഒരു പോയിന്റ്സ് പറഞ്ഞു തരുന്നത് മാത്രം. ഇവിടെ p വരുമ്പോ dx ന്റെ കൂടെ വന്ന ടേം ആണ്. ഫംഗ്ഷൻ ഇവിടെ g of y എലോൺ ആണ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ 1/q into ഡോ p ബൈ ഡോ y. അപ്പൊ ഇവിടെ എന്താണ് ഡോ p ബൈ ഡോ y എന്താ വരുന്നത്, p നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 0. ഇനി ഡോ q ബൈ ഡോ x എന്താ വരുന്നത്, ഇതിനെ ചെയ്യുമ്പോൾ 2xy ആണ് വരുന്നത്.
അപ്പോ 1/q എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x² പ്ലസ് 4y ഇൻറ്റു 0 മൈനസ് 2xy. ഇതിനെ നമുക്ക് ഒരിക്കലും ഫംഗ്ഷൻ ഓഫ് x alone ആക്കി പറയാൻ പറ്റില്ല. Therefore, this is not equal to some function of x alone. അപ്പൊ ഇത് വരില്ല. ഇനി എന്താ നമുക്ക് 1/p നോക്കാം. 1/p ഇൻറ്റു ഡോ q ബൈ ഡോ x മൈനസ് ഡോ p ബൈ ഡോ y. ഇത് നമുക്ക് എന്തായിട്ട് കാണിക്കാം? സം g ഓഫ് y alone ആയിട്ടാണ് കാണിക്കേണ്ടത്. 1/p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആണ്. ഡോ q ബൈ ഡോ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xy മൈനസ് ഡോ p ബൈ ഡോ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. x ഉം x ഉം ക്യാൻസൽ ആയി 2y എന്നാണ് വന്നത്. This is the function of y alone. അപ്പൊ ഇതിൽ നിന്ന് നമ്മളുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? e raised integral this function dy. That is, this is equal to e raised to y square by 2, which is equal to e raised to y square. അപ്പോൾ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? e raised to y square ആണ്. ഓക്കേ, എവിടെ ആൻസർ നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊടുത്തിട്ടില്ല, നമുക്ക് സൊല്യൂഷൻ നോക്കാം. e raised to y square തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് പറഞ്ഞിട്ടില്ല? സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? വെരിഫൈ ദ ന്യൂ ഇക്വേഷൻ ഇസ് എക്സാക്ട് സോൾവ്. അപ്പൊ e raised to y square വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സാക്ട് ആണോ എന്ന് നോക്കണം. അപ്പൊ ഇതിനെ നമ്മൾ e raised to y square വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ വരും? x e raised to y square dx plus x square y e raised to y square plus 4y e raised to y square dy is equal to 0. ഇനി എന്താണ്? ഇതാണ് അപ്പൊ നമ്മളുടെ പുതിയ m, ഇതാണ് നമ്മളുടെ പുതിയ n. ഇനി ഡോ m ബൈ ഡോ y നോക്കണം. അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x e raised to y square into 2y എന്ന് വരും. ഇനി ഡോ n ബൈ ഡോ x, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y അല്ല 2xy. 2xy e raised to, ഇത് e raised to y square ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. സോ therefore this is exact. അപ്പൊ പുതിയത് എക്സാക്ട് ആണ്. സോ നമ്മളുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇത് ശരിയാണ് എന്നുള്ളത് കിട്ടി. താഴെ കാണുന്നില്ലേ, ഇതിനെ e raised to y square എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ e raised to y square is an ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നുള്ളത് ശരിയാണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇനി എന്താണ്? ഇതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സോൾവ് ചെയ്യാം. ഇന്റഗ്രൽ m dx പ്ലസ് ഇന്റഗ്രൽ n dy is equal to 0. ഇതിന് ടേംസ് വിത്തൗട്ട് x എടുക്കാൻ ഇതില് y കോൺസ്റ്റന്റ് ആക്കിയിട്ട് കണക്കാക്കണം. അപ്പോ ഇത് എടുക്കുമ്പോൾ എന്ത് വരും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് x square by 2 into e raised to y square പ്ലസ് ഇതില് x ഇല്ലാത്തത്, അപ്പൊ ഈ ടേം മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. 4 into again ഇവിടെ എന്താണ്? ഇന്റഗ്രൽ y e raised to y square dy ആണ് വരിക. 4 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. ഇതിനെ again നമുക്ക് എങ്ങനെയാണ് ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. iലേക്ക്, that means exponential function സെക്കൻഡ് ആണ്, algebraic function ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനും ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? x square by 2 into e raised to y square plus 4 into first function into derivative of the second function. Derivative integral അല്ലേ,
minus integral of derivative of the first function into integral of the second function dy. y cancel ആവും. ഇതിൽ നിന്ന് 2ഉം 4ഉം cancel ആവും. അപ്പോൾ x square by 2 into e raised to y square plus 2 into e raised to y square minus 4 into integral e raised to y square by 2y dy. Again എന്താണ് 1 by 2y നെ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷനും e raised to y square നെ സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് again ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് സ്റ്റെപ്സും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും, എന്നാലും നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തുള്ളൂ. നിങ്ങൾക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതന്നെയായിരിക്കും വരിക 2.464 ഇതില് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ടാണ് ഈ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ദിസ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യാം. എന്നിട്ട് y of 4 is equal to 1 എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ, y of 4 is equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട്, ദാറ്റ് ഇസ് x 4 ആവുമ്പോൾ y 0 ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഫോം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ബാക്കിയുള്ള ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. രണ്ട് സ്റ്റെപ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂഷന്റെ ആൻസേഴ്സ് കിട്ടും. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇത് ചെയ്ത് നോക്കുക കേട്ടോ, ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. ഇനിയുള്ള ഒരു പ്രോബ്ലം y square plus 2x square. ഈ പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം അടുത്തത് ഇത് വലിയുണ്ടോ? ടു വൈ സ്ക്വയർ എത്രാമത്തെ 31 2y square plus 3x dx plus 2xy dy equal to 0. Again ഇത് നമുക്ക് അറിയാവുന്ന 10 ഫോംസിന് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. ഇത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്പെക്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് again 1/q നോക്കാം. അപ്പൊ ഇത് ആദ്യം എക്സാക്ട് ആണോ അല്ലെങ്കിൽ എന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. അത് എക്സാക്ട് ആണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ചെയ്യുള്ളൂ. ശരി, അപ്പോ my എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 4y വരും. nx എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2y വരും. ഇത് രണ്ടും ഈക്വൽ അല്ല, therefore this is not exact. അപ്പൊ ഇത് p ആക്കി എഴുതി, ഇത് q ആക്കി എഴുതി. ഇനി 1/q into dou p by dou y minus dou q by dou x നോക്കാം. So this is equal to 1/2xy into dou p by dou y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 4y minus ഇതിനെ with respect to x ചെയ്യുമ്പോൾ 2y.
that is 1 by 2xy minus 2y അല്ല into 2y. അപ്പോൾ 2y യും 2y യും cancel ആയി. This is equal to 1 by x which is a function of x alone. അപ്പോൾ integrating factor എന്താ വരിക? e raised to integral 1 by x dx which is equal to e raised to ln x which is equal to x. അപ്പോൾ integrating factor x ആണ്. ഇതിനെ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം എങ്ങനെ മാറും? 2x y square. ഇതിനെ integrating factor വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x y square plus 3x square dx plus 2x square y is equal to 0. ഇനി ഇത് m ആയി പുതിയത്, ഇത് പുതിയ n ആണ്. ഇനി എന്താണ് my നോക്കുക. my is equal to 4xy എന്ന് വരും. nx is equal to 4xy. അപ്പോ ഇത് എക്സാക്ട് ആണ്. പുതിയ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? ഇന്റഗ്രൽ m dx ഇവിടെ y കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുക്കുക പ്ലസ് ഇന്റഗ്രൽ n dy ഇവിടെ ടേംസ് without x. This is equal to c. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇന്റഗ്രൽ m dx m നെ with respect to x ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ 2x square by 2y square plus 3x cube by 3 plus 2x square അല്ല എന്നിലെ x ഇല്ലാത്ത ടേംസ് ആണ്. x ഇല്ലാത്ത ടേംസ് ഒന്നും തന്നെ ഇല്ല. ആ ഒറ്റ ടേമിലുള്ള x ഉണ്ട്. സോ പ്ലസ് 0 is equal to c. അപ്പൊ 2 ഉം 2 ഉം x ഉം x ക്യാൻസൽ ആയി. x square y square plus x cube is equal to c. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. എളുപ്പമല്ലേ? അപ്പം ജസ്റ്റ് ആ ഫോംസ് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് എക്സാക്ട് ആണോ അല്ലയോ നോക്കിയതിനു ശേഷം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഇപ്പൊ കുറെ എക്സസൈസ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഇന്നും നാളെ ആയിട്ട് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് തരാം ഞാൻ രണ്ട് ഇതായിട്ട്. ഒന്ന് ഇന്നത്തെ സെറ്റും ഒന്ന് നാളത്തെ സെറ്റും. ഏതൊക്കെയാ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ഞാനത് ഡിവൈഡ് ചെയ്ത് ഇടാം. അഥവാ വല്ല ചെയ്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് കമന്റ് ചെയ്താൽ മതി, ആ പ്രോബ്ലംസ് ചെയ്തതാണെന്ന്. ഇത് ബാക്കിയുള്ള പ്രോബ്ലംസ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി, അഥവാ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അപ്പോ ബാക്കിയുള്ളവരുടെ ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുക. അതേമാതിരി തന്നെ ചെയ്യാൻ പറഞ്ഞ വീഡിയോസ് കാണാത്ത അല്ലെങ്കിൽ ഡൗട്ട്സ് ഉള്ളവര് ഇതുവരെയുള്ള എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും നാളെ ആയിട്ട് ചോദിക്കുക കേട്ടോ. നമ്മൾ തിങ്കളാഴ്ച പുതിയ സെക്ഷൻ തുടങ്ങും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സിന്റെ അത് തുടങ്ങും. ഓക്കെ, താങ്ക് യു.